ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് ഗ്രാൻഡ് സ്റ്റോർ. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഇന്നൊരു പെസ്സിൻ്റെ തന്നെ ഒരു ഇതാണ്. അപ്പോൾ നമുക്കിന്ന് നമ്മളിന്ന് രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ വലുതായിട്ട് ആരും കണ്ടില്ലെന്ന് തോന്നുന്നു. സോ അതെല്ലാവരും കാണുക. ഞാൻ നോക്കിയായിരുന്നു, ആരും വലുതായിട്ട് കണ്ടൊന്നുമില്ല വീഡിയോ. ഇത് നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണുന്ന എല്ലാവരും. നമ്മൾ ഇടുന്ന ഇപ്പോൾ നമ്മൾ ഷോർട്സാണ് നിങ്ങൾ കാണുന്നെങ്കിൽ ഷോർട്സ് ഇടുന്നതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളത് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് ലോഡ് കറങ്ങി അരച്ച് പാടാം. അപ്പം ഞാൻ ഇന്നത്തെ രാവിലത്തെ പെനാൽറ്റിയൊക്കെ അടിച്ച് തീർത്ത് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. എൻ്റെ ഇപ്പം എനിക്കിത് സ്പിൻ ചെയ്യണമെന്നുണ്ട്. പിന്നെ 2026 സ്പെയിൻ്റെ ആ ഒരു ഇത് പാക്കൊന്ന് കറക്കണമെന്നുണ്ട്. പക്ഷേ വേണ്ട, എനിക്കൊരു പോർച്ചുഗലിൻ്റെ പാക്ക് എടുക്കാൻ വേണ്ടി. അപ്പോൾ പോർച്ചുഗലിൻ്റെ പാക്ക് എത്ര ദിവസം ഉണ്ടോ നമുക്ക് നോക്കണം. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട് നമുക്ക്. പിന്നെ ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ പുതിയ പുതിയ അടിപൊളി വീഡിയോസൊക്കെ പിന്നെയും വരുന്നതായിരിക്കും. അപ്പോൾ ഇത് പാർട്ട് 2 ഒന്നുമില്ല, പാർട്ട് 1 തന്നെ നമ്മൾ എടുത്ത് പോവുകയാണ് മൊത്തത്തിൽ. കഴിഞ്ഞിട്ട് മൊബൈലിൻ്റെ ചെറിയ ഹാങ്, ഞാൻ പറഞ്ഞല്ലോ മൊബൈലിൻ്റെ ഹാങ് കാരണമാണ് അതങ്ങനെ ആയത്. അപ്പം നമുക്ക് കളി സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യമേ തന്നെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ അക്കൗണ്ട് ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ അക്കൗണ്ട്. ഇപ്പോഴത്തെ അത്യാവശ്യം കൊള്ളൂല എന്നാണെന്നുണ്ടെങ്കിൽ സബ് വർത്തിക്കുന്ന ആൾക്കാരൊക്കെ ഇത്രയാണ്. റൊണാൾഡോ, അൽബസാറിലെ ക്രിസ്ത്യാനോ റൊണാൾഡോ, കുറച്ച് കിലിയൻ എംബാപ്പെ, ലാമിൻ യമാൽ. ലെവൽ ട്രെയിനിങ് കിടപ്പുണ്ടല്ലേ, കൂട്ടിയേക്കാം. യമാൽ 112 എല്ലാം തോന്നുന്നു ഇപ്പം. നോക്കട്ട്, യമാൽ എത്ര 98 ഉള്ളൂ. ഇവരൊന്നും നമുക്ക് ലെവൽ ട്രെയിനിങ് കൂട്ടാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. എൻ്റെ മാനേജർ ഈ പുള്ളിയാണ് കിടക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ വേറെ മാനേജർ അല്ലാണ്ട് അർജൻറ്റീനയുടെ മാനേജർ കിടപ്പുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇപ്പം ഞാനൊന്നും കൂടെ എൻ്റെ അക്കൗണ്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. വേണ്ട, ഗ്രാൻഡ്സ്റ്റർ എന്ന പേരുള്ള ഈ അക്കൗണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് എന്നോട് കൂടെ 1v1 കളിക്കണമെന്ന് ആഗ്രഹമുള്ള ഇതിനകത്ത് വരാവുന്നതാണ്. ഇതാണ് എൻ്റെ അക്കൗണ്ട്, GANSTARE 321. ഓക്കെ. അപ്പോൾ സോ നമുക്ക് ഇപ്പം ചുമ്മാ ഒരു ഇത് കളിക്കാം. 650 പോയിൻറ്റ്സ് ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. ഇവൻറ്റ്സ് എടുത്തിട്ട് AI എടുക്കാം. PvP കളിക്കണമെന്നുണ്ട്, പക്ഷേ കളിക്കാം, നമുക്ക് ഒരു ദിവസം കളിക്കാം. ഓക്കെ. ഇപ്പോൾ ദാണ്ട് ഈ ഒരു ടോക്കൺ വേണ്ടിയാണ് കളിക്കുന്നത്. ഞാൻ മുമ്പ് കളിച്ചിട്ടുണ്ട്, എൻ്റെ ഗെയിം ഹിസ്റ്ററി കാണിച്ചത്. കൊറിയായിട്ട് 10-0, നോർവേട്ട് 5-0, ജോർദാനായിട്ട് 9-0, അർജൻറ്റീനയായിട്ട് 7-0, ഇത് ഈക്വഡോർ അങ്ങനെ 6-0, ഓസ്ട്രിയയായിട്ട് 5-0, പോർച്ചുഗലും സൗദി അറേബ്യയായിട്ട് 6-0, പോർച്ചുഗൽ അർജൻറ്റീനയായിട്ട് 17-0, ഓസ്ട്രിയയായിട്ട് 10-0, പിന്നെ ഇറാഖായിട്ട് 0, പിന്നെ പോർച്ചുഗൽ വേഴ്സസ് പോർച്ചുഗൽ അതും 8-1. അപ്പോൾ നമുക്ക് കളിക്കാൻ തുടങ്ങാം. മാച്ച് മേക്കിംഗ് ഇൻ പ്രോസസ്. ഹോം അവേ സൗദി അറേബ്യ പിന്നെയും വന്നിരിക്കാൻ അടി കൊണ്ട് വള്ളാനായിട്ട്. അപ്പോൾ നമുക്ക് കളിക്കാൻ തുടങ്ങാം സൗദി അറേബ്യനെയും വെച്ചുകൊണ്ട്. ഓക്കേ. അപ്പോൾ നമ്മൾ ഹോം ഇട്ടാട്ടോ കളിക്കുന്ന. ക്രിസ്ത്യാനോ റൊണാൾഡോ, ലാമിൻ യമാൽ, മെസ്സി. ഓക്കെ. ഈ ലെജൻസ് എല്ലാവരും ഒരു ക്ലബ്ബിൽ കളിക്കണം. ദേശം ഞാൻ പറയത്തില്ല, ക്ലബ്ബിൽ കളിക്കണം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് കളിക്കാൻ തുടങ്ങാം. തിരിച്ച് ലോഡാവച്ച് പണിയുണ്ടാകാം. സൗദി അറേബ്യ, പോർച്ചുഗൽ. ഓക്കെ, സൗദി അറേബ്യ വേഴ്സസ് പോർച്ചുഗൽ മത്സരം ആരംഭിക്കുകയാണ്. സൗദി അറേബ്യ, നീ അടി കൊണ്ട് വള്ളാൻ നീ തയ്യാറായിക്കോ. എനിക്ക് അത്രേ പറയാനുള്ളൂ. നീ അടി കൊണ്ട് വള്ളാൻ നീ തയ്യാറായിക്കോ. ടച്ചാട്ടെ. ഓക്കെ ഗായ്സ്, ക്രിസ്ത്യാനോ റൊണാൾഡോ ഓടിപ്പോകുന്നുണ്ട്. അത്രയ്ക്കേ ഉള്ള. അപ്പോൾ നമുക്ക് അറ്റാക്കിങ് കൂട്ടിയിട്ടേക്കാം. എന്തായാലും ഇവന്മാർ പൊട്ടന്മാരായിക്കൊണ്ടേ ഡിഫൻസ് നോക്കി കണ്ട കാര്യമൊന്നുമില്ല. ക്രിസ്ത്യാനോ. ഓക്കെ, ലാമിൻ യമാൽ പൊക്കിട്ടോട്. അത്രോട്. പാസ്. അത് ഓഫ് സൈഡ്. ഇറങ്ങി ആ സമയത്ത് തന്നെ ഓഫ് സൈഡ്. ഓ മാഗാ. ലയണൽ മെസ്സി തൊട്ട് ഓഫ് വന്നു. എന്ത് കഷ്ടം. റോബോട്ടിങ് ഓണാക്കിയിട്ടാൽ വേണ്ട തന്നെ കളിക്കുന്ന ഇത് ഗമായി ടച്ച് ചെയ്ത് കേട്ടാ. ഓ എൻ്റെ അമ്മു. പൊക്കിട്ടോട്, അത്രേ ഉള്ളൂ. അടിയിടാ. അത് ക്രോസ് ബാർ തട്ടി അകത്തോട്ട് കയറിപ്പോയി. അതാരാ അടിച്ചത്?
യൂ യൂരി അങ്ങനെ പറയുന്ന ആരോ, എനിക്ക് പേരൊന്നും അറിഞ്ഞൂടെ ഇവരുടെയൊക്കെ. നിങ്ങൾ ആ അടി ഒന്നും കൂടെ നോക്കണേ. കണ്ട അപ്പോൾ അവിടെ ക്രോസ് ബാർ ഇട്ട് ചുമ്മാ അത്രയും പോയി. ആദ്യത്തെ ഗോള് കയറി നമുക്ക്. ഞാൻ പറഞ്ഞില്ലേ സൗദി അറേബ്യ അടി കൊണ്ട് വള്ളം നീ തയ്യാറായിക്കോ. ക്രിസ്ത്യാനോ കെവിൻ്റെ കയ്യിൽ പന്ത് പൊക്കിട്ടോട്. ഇത്രേ ഉള്ളൂ. മെസ്സി ആങ്കറ മെസ്സി. ഓ ക്രിസ്ത്യാനോ ആങ്കറ ഓ നീ ആർക്കടാ പാസ് ഇട്ട് കൊടുക്കുന്നത്? ശിഷ് ഇത് നമുക്കിനി ഇത്ര ഓക്കെ. അന്നേരം കൂട്ടിയിടിയടാ അവിടെ. ഓക്കെ ബാക്ക് പാസ്. ഓക്കെ പാസ്. ഓ പാസ്. ഓക്കെ കളിച്ചോ. ഇത്രേ ഉള്ളൂ. മെസ്സി ആയിട്ട് അടിച്ചാൽ അത്രേ ഉള്ളൂ. ആ ഗോളി കൈയടിച്ച് സെലിബ്രേഷൻ ചെയ്യുന്നു. അവരുടെ ടീമിന് ഞങ്ങളുടെ ടീമിന് 2-0 കിട്ടിയത്. 2-0 ആയപ്പോൾ ഇതൊക്കെ ഞാൻ എന്തോ പറയണം. വെളിവില്ലാത്ത ടീമൊക്കെ കളിക്കാൻ വന്നിട്ട് ഒക്കെ. റൊണാൾഡോ എടുക്കാൻ പോകുമ്പോൾ മൂഞ്ച് കേട്ടോ റൊണാൾഡോ. അത്ര ഒരു നീ എന്ത് പരിപാടികളാണ് കാണിച്ചത്? ഷൂട്ട് അടിയിടാ അവിടെ ഒരു. അത്രേ ഉള്ളൂടമാരെ. ഗോൾഡാ. സൗദി അറേബ്യ പിന്നെ അടി പേടിക്കാൻ വരുമോ കേട്ടെ. സിമ്പിളായിരുന്നു അത്. കൊള്ളാം. നല്ലൊരു കോളാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഓക്കേ എന്നാ ക്രിസ്ത്യാനോ റൊണാൾഡോ എടുത്താ പന്ത്. ഇത്രയൊക്കെ ഉള്ള റൊണാൾഡോ CR. ഞാൻ എന്തോന്ന് പറയാനായിട്ടാ. ഈ പുള്ളിക്കാരൻ പന്ത് എടുക്കത്തുമില്ല നമ്മളെ കൊണ്ട്. അത്രേ ഉള്ളൂ. റൊണാൾഡോയ്ക്ക് പാസ്. അടിയുടെ റൊണാൾഡോ. ഗോൾ. ഇപ്പോൾ തന്നെ 4ാമത്തെ ഗോളായത്. ഞാൻ എൻ്റെ മുഖം കാണിച്ച് വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർ പറഞ്ഞാൽ മതി കേട്ടോ. എൻ്റെ മുഖം കാണണമെന്ന് ആഗ്രഹമുള്ളവർ പറഞ്ഞാൽ മതി. ഞാനത് വീഡിയോ ഇതെടുക്കാനുള്ള മുഖം കാണിച്ച് വീഡിയോ എടുക്കാനുള്ള തന്നെ സെറ്റപ്പ് ചെയ്യാം. അങ്ങനെ കമൻറ്റ് ഇട്ടാൽ മതി. ഞാനൊരു ബോട്ട് ഗെയിമാണ് കളിക്കുന്നതെങ്കിൽ നിങ്ങളത് പറയുക. നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ് ഇട്ടോ, അതെനിക്കൊരു പ്രശ്നമല്ല. കാരണം നിങ്ങൾ പറയുന്നതൊക്കെയാണ് നിങ്ങൾ പറയുന്നതൊക്കെയല്ലേ സത്യം. അപ്പം ഞാൻ ബോട്ടാണോ അല്ലയോ എന്ന് ഞാൻ എൻ്റെ ഒരു മനപ്പൊരുത്തം വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ബോട്ടാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ വല്ല പ്ലെയറാന്നൊക്കെ പറയാം ഈ കടന്ന് കളിക്കുന്നത്. അപ്പോഴത്തേക്കേ അപ്പം നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ് ഇടുകയാണെങ്കിൽ അത് ഇടുക. നെഗറ്റീവ് കമൻറ്റ് ഇട്ടോ, അതൊരു കുഴപ്പമില്ല. ഓക്കെ. സൗദി അറേബ്യ നല്ല ഫോം ആവുന്നുണ്ട് കേട്ടോ. കോർണറാ നമ്മുടെ ആദ്യത്തെ കോർണർ. കോർണർ. മെസ്സി അടിച്ചൊരു ഷൂട്ട് എന്തായാലും അവൻ എടുത്തു കേട്ടെ. ഓ മെസ്സി തന്നെയാണ് എടുക്കുന്നത്. ഒക്കെ വെച്ചോ എടുക്കുക ശരി. എന്നാ അടിയിടാൻ മുത്തേ. സൈഡ് പോയി. കുട്ടനായ കായലിൻ്റെ കെട്ട് വെള്ളം നുഴയുമ്പോൾ പാട്ടെന്ന് പാടി കറുമ്പി. എന്നാ ഇട്ടുവിട്രാ. അവൻ്റെ കൈ ഗോളിൻ്റെ കൈ കിട്ടെടുക്കാനല്ല, മെസ്സി കിട്ടെടുക്കാനാ പറഞ്ഞ. എല്ലാവരും ലീഡ് എടുക്കുന്ന നമ്മളാ, അതുകൊണ്ട് കുഴപ്പമില്ല. വട നീയൊക്കെ പന്ത് എടുക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ കൊണ്ടുപോകുന്നത്? മെസ്സി അവിടെ നിന്ന് പൊക്കി വിട്ടാ. ഗ്രൗണ്ട് ബോൾ ആക്കിയില്ല മെസ്സി ഗ്രൗണ്ട് ബോൾ ആക്കിയില്ല, എന്നിട്ടാണ് അടിച്ചത്. ആലോട്ട് 44 മിനിറ്റ്. ഇപ്പോൾ എക്സ്ട്രാ വല്ലതും തരും. എക്സ്ട്രാ 3 മിനിറ്റ് തന്നിട്ടെ. അതിനൊന്നും ഒരു പ്രശസ്തിയില്ല. ഇപ്പം ഹാഫ് ടൈം ആവും. ഇവിടെ നീ പതിയെ ഹാഫ് ടൈം. സൗദി അറേബ്യ വെസ് പോർച്ചുഗൽ. അപ്പോൾ നമ്മുടെ ലിസ്റ്റ് കാണിച്ചു തരാം. സൗദി അറേബ്യ ആയിട്ടാണ് നല്ലോണം കളിച്ചത്. കാരണം ഇവിടെ 54%, നമ്മൾ 46% ഉള്ളൂ. ഷൂട്ട് നമ്മൾ 8 അടിച്ചിട്ടുണ്ട്. ഷൂട്ട് ഓൺ ടാർഗറ്റ് 5 നമുക്ക് പോയിട്ടുള്ളൂ. ഫൗള് 1 നമ്മൾ ഫൗള്.
ഓഫ് സൈഡ് നമ്മുടെ ഒരെണ്ണം ഓഫ് സൈഡ്, കോർണർ കിക്കും നമ്മളൊരെണ്ണം ചെയ്തേക്കുന്നത്, ഫ്രീ കിക്ക് അവർക്കൊരെണ്ണം കിട്ടി, പാസ് 34 ചെയ്ത് നമ്മളാണ് സക്സസ്ഫുള്ളായിട്ട് ചെയ്തത്. 29 നമ്മൾ സക്സസ്ഫുള്ളായിട്ട് ചെയ്ത്. ക്രോസ് ഒരെണ്ണം, ഇന്ത്യൻ എന്തുകൊണ്ടാണ് ഇത് കിടക്കുന്ന അത് നമ്മൾ 4 ചെയ്തിട്ടുണ്ട്. ടാക്ലിങ് 9 നമ്മൾ ചെയ്തിട്ടുണ്ട്. സേവ് അവർ ഒരെണ്ണം എടുത്ത്. നമ്മുടെ ഗോളിക്ക് അടുത്തൊന്നും വരുന്നില്ലല്ലേ. ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ വിളിക്കാൻ പോവാണ്, കുറച്ച് പേര് സബ് വിളിക്കാൻ പോവാണ്. അപ്പം എംബാപ്പേനാക്കി കളിപ്പിച്ചാൽ ലൂനോ മെൻഡസ് വേണ്ട വേണ്ട വേണ്ട, ഇനി കെവിൻ പോയിട്ട് റെസ്റ്റ് എടുത്തോ, ഞാൻ പുള്ളീനെ എടുത്തിട്ടുണ്ട്. ഓക്കെ 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 സബ് വിളിച്ചു നമുക്ക് കളിക്കാം. ഓക്കെ കളിക്കാൻ തുടങ്ങാം. നമ്മുടെ ടച്ചാണ് കേട്ടോ, പൊക്കിട്ടോട് അത്രേ ഉള്ളൂ. വലിപ്പിച്ച് ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ വെക്കേ പാസ് കൊടുത്തോ അടി. അയ്യേ, ക്രോസ് ബാർ കുഴപ്പമില്ല ക്രോസ് ബാർ. ഓക്കെ ത്രൂ ഇട്ടോട് അത്രേ ഉള്ളൂ. ത്രൂ ഇട്ടോട് പാസ് എടുത്തു അടി. അത്രേ ഉള്ളൂ. ഓക്കെ 5ാമത്തെ ഗോള്. 5ാമത്തെ ഗോള്. ഞാൻ ത്രൂ മൂഞ്ചുമായിരിക്കുമെന്ന് ചിലപ്പം. കുഴപ്പമില്ല. ഓക്കെ ടച്ച് ചെയ്ത് തുടങ്ങിയേക്ക്. വാ ഷേ വാ അയ്യേ. അത്രേ ഉള്ളൂ. ഓക്കെ ഞാൻ വിട്ട് കൊടുക്കുന്നതാണ് ഇവന്മാർ കയറിപ്പോകാൻ. പക്ഷെ കയറി അത് വിട്ടല്ല കേട്ടോ, ഇവിടെ കയറി ഫ്രണ്ടിൽ നിന്ന് കാര്യം പറഞ്ഞു. അങ്ങനെയെങ്കിലും ഒരു കണ്ട, എനിക്കിതാണ് പ്രശ്നം. ഞാൻ എങ്ങനെയെങ്കിലും കയറ്റിവിടാൻ നോക്കുമ്പോൾ അടിക്കത്തില്ല. നമ്മൾ ടിക്കറ്റാക്ക് കളിക്കാൻ പോവാം കേട്ടോ. നമ്മുടെ ടിക്കറ്റാക്ക് മൊത്തത്തിൽ വലിഞ്ഞു കേട്ടോ. എന്നാൽ ടിക്കറ്റാക്ക് വലിയണമെങ്കിൽ ഞാൻ ചാവണം. ഇനി പൊക്കിയിട്ട് കൊടുക്കുന്ന പരിപാടി ഇനി വേണ്ട. പൊക്കിയിട്ട് കൊടുക്കുന്നത് ഇത്ര പണിയാണ്. ഭയങ്കര മെസ്സി. ലമാൽ ഇതേടെ ഒരു ഗോൾ ഇട്ടില്ല കേട്ടോ. ലമാൽ കൊണ്ട് കളഞ്ഞു. യമാൽ ഇട്ട ഒരു ഗോള്. എന്താണ് ലാമിൻ യമാൽ വേൾഡ് കപ്പൊക്കെ ചെറുക്കനാ. അവൻ പോർച്ചുഗലിൽ കളിക്കുന്നു. എന്നാലും അവൻ വന്ന് പന്തെടുത്തോണ്ട് നന്നായി. നല്ല അടിപൊളി ഗോള്. എനിക്ക് ആദ്യം വശം നമ്മൾ അടിച്ചില്ല, ഒരു ക്രോസ് ബാർ അട്ടിപ്പോയ പന്ത്. എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത്രേ ഉള്ളൂ. റൊണാൾഡോ, എൻ്റെ റൊണാൾഡോ ഇതെങ്കിലും ഗോളാക്ക് ആടി. എൻ്റെ പൊന്നെ റൊണാൾഡോ, നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ അപ്പുറത്തെ ആൾക്ക് പാസ് കൊടുക്കും. മനുഷ്യനെ ലയണൽ മെസ്സി ഹാട്രിക്കടാ. മെസ്സി ഹാട്രിക്ക് അടിച്ചേട്ടെ. കണ്ട ഹാട്രിക്ക് കാണിക്കുന്നു മെസ്സി. ഹാട്രിക്കടാ. എന്നാലത് കൊള്ളായിരുന്നു. ആ ഗോൾ ടച്ച് ചെയ്തപ്പം ലമാൽ അതെടുത്ത് ഷൂട്ടടിക്കുമെന്ന് വിചാരിച്ച. അപ്പോഴത്തേക്കും ഞാൻ മെസ്സി ഒരു ഗോൾ ഇട്ടു. ഓക്കെ, നമ്മുടെ 7 ഗോളിപ്പോൾ 74 മിനിറ്റ് ആയിട്ടുണ്ട്. റൊണാൾഡോ റൊണാൾഡോടാ. ഡി ബോക്സിനകത്ത് കയറിയില്ലെന്ന് തോന്നുന്നു. അല്ല ഡി ബോക്സിനകത്ത് കയറിയില്ലെന്ന് തോന്നുന്നു. കയറിയില്ല ഡി ബോക്സിൻ്റെ ഉള്ളിൽ കയറിയില്ല. കുഴപ്പമില്ല, നല്ലൊരു അടിയായിരുന്നു അത്. ഡി ബോക്സിൻ്റെ ഉള്ളിൽ കയറി നോക്കട്ടെ. അത് റീപ്ലേ ഒന്ന് ചെയ്ത് നോക്കിയാൽ നോക്കട്ടെ. എടാ ഡി ബോക്സിനകത്ത് കയറിയിടാ, എന്നിട്ട് അടിച്ചേ. ഡി ബോക്സിന് പുറത്തിട്ട് അടിച്ചിരുന്നെങ്കിൽ ഒരു അഭിമാനമായിരുന്നില്ല. 77 മിനിറ്റ് ആയപ്പോഴാണ് റൊണാൾഡോ ആ ഗോൾ ഇടുന്നത് കേട്ടോ.
ലാമിൻ യമാൽ, ഓ ലാമിൻ യമാൽ, ആങ്കറ മെസ്സി 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 ഓഫ് സൈഡ് റാ. ഷേ മെസ്സി ആ പോട്ടൊരു ഗോളല്ലേ. ഓഫ് സൈഡിൽ കയറിയിട്ട് തിരിച്ച് ഓടാൻ നോക്കുന്നു. ഈ ഓഫ് സൈഡിൽ നിന്നെങ്കിൽ അവിടെ നിന്നൂടെ. അറ്റാക്ക് ഡിഫൻസിന് കയറ്റാണ്ട. സൗദി അറേബ്യ സബ്സ്റ്റിറ്റ്യൂഷൻ വിളിച്ചേട്ടെ. ഓക്കെ 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 ഓക്കെ. നീയൊക്കെ മുക്കണോടാ പന്തും കൊണ്ട് പോകണമെങ്കിൽ. നീയൊക്കെ ചാവണം. ഓ ഇതാടെ നീ എന്തുവാ കാണിക്കുന്നത്? 6 മിനിറ്റ് എക്സ്ട്രാ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക്. ആ മിനിറ്റിനൊക്കെ ഒരു ഗോൾ ഇടാൻ പറ്റിയിരുന്നെങ്കിൽ. മെസ്സിടാ ഭയങ്കര മെസ്സി. 4 ഗോൾ ഇന്നൊരു ദിവസം തന്നെ മെസ്സിടാ. ഇനി മെസ്സിയെ കൊണ്ടൊക്കെ ഇതൊക്കെ സാധിക്കത്തുള്ളൂ. അതാണ് മെസ്സി, ലയണൽ ആൻഡ്രോസ് മെസ്സി. 39 വർഷം കൊണ്ട് അർജൻറ്റീനയിൽ നിന്ന് ആടി ഉലയുന്ന ഒരു കൊടുങ്കാറ്റാണത്. അതിനെ നിങ്ങൾക്ക് തളർത്താൻ കഴിയുകയില്ല. ഞാൻ റൊണാൾഡോ ഫാനാകട്ടെ, എനിക്ക് എല്ലാവരും ഒരേ കണക്കാണ്. ഓക്കെ, നമ്മുടെ ഫുൾ ടൈം കഴിഞ്ഞു. ഈ വട്ടം സൗത്ത് കൊറിയയാണ് കയറി പിടിച്ചേക്കുന്നത്. 55% ഉണ്ട് അവർ. ഇവിടെ 15 ഷൂട്ടും 10 ടാർഗറ്റ് ഷൂട്ടുമാണ്. 2 ഫൗളാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ 2 ഓഫ് സൈഡ് പോയി നമ്മൾ. ഒരു കോർണർ, അവർക്ക് 2 ഫ്രീ കിക്ക്, പിന്നെ പാസ് 67 പാസ് നമ്മൾ കൊടുത്തു. അതിൽ സക്സസ്ഫുള്ളി 55 പാസ്സാണ് പോയത്. ക്രോസ് 1, പിന്നെ മറ്റേ സാധനം 5 എണ്ണം. ടാക്ലിക് 19 വട്ടം ചെയ്ത്, അവർ നമ്മൾ 2 വട്ടം ചെയ്തുള്ളൂ. പിന്നെ സേവ് സൗദി അറേബ്യയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 9-0 സൗദി അറേബ്യനെ തോൽപ്പിച്ചിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ എന്താ പിങ്ക് പിങ്ക് അല്ലല്ലേ, എന്തോ ഒരു ഗിഫ്റ്റ് ടോക്കൺ അങ്ങനെ എന്തോ കിട്ടുമല്ലേ? കിട്ടിയില്ലേ? അശ്ശി, അതെന്ത് പരിപാടിയാ? ഈ ടോക്കൺ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ നോക്കിയത്. പോയിട്ട് കാശ് എനിക്ക് നല്ലൊരു മാനേജറിനെ എടുക്കണം. അപ്പോൾ ഞാൻ നോക്കുന്ന മാനേജർ ഏതാ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുകൊണ്ട് ഈ മാനേജറാണ് എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ മാനേജർ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതാണ് എൻ്റെ എൻ്റെ കയ്യിരിക്കുന്ന മാനേജർ. പക്ഷെ എനിക്ക് ഈ മാനേജറിനെ എടുക്കണം. ആദ്യമേ കിടക്കുന്ന ഇയാളെ എനിക്ക് എടുക്കണം. റോമാൻ ഇയാളെ എനിക്ക് എടുക്കണം. എനിക്ക് അയാളെ എങ്ങനെയെങ്കിലും എടുക്കണം. എൻ്റെ ആകെ കുറച്ചേ ഉള്ളൂ GB കോയിൻസ്. ഇവർ ഈ പാക്ക് കറക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഈ പാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കണ്ട് ഇതിനകത്തൊക്കെ ലാമിൻ യമാൽ. എനിക്ക് യൂണി സൈമണെ വേണം ഗോളിയായിട്ട്. ഈ സൈമൺ എനിക്ക് ഗോളിയായിട്ട് കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഞാൻ സൈമൺ എനിക്ക് കിട്ടത്തില്ല. ഒരു ദിവസം ഞാൻ ഇത് കറക്കും, അന്ന് എനിക്ക് സൈമണെ കിട്ടും. എനിക്ക് പിന്നെ ഇവനെ വേണം, റോട്രിയ വേണം എനിക്ക്. പിന്നെ ലാമിൻ യമാലും കൊക്കോവേരയോ അങ്ങനെയല്ലേ പേര്, കൊക്കോരേലേനെ എനിക്ക് വേണം. ബോട്ടിനൊക്കെ ആയിരിക്കും നമുക്കിപ്പോഴും കിട്ടുന്നത്. ഇത് 2010 സ്പെയിൻ. ഇത് ഇൻ്റർനാഷണൽ അങ്ങനെ എന്തോ. വേണ്ട, ഇത് കറക്കാൻ പറ്റത്തില്ല. ഇതെന്തോ സംഭവം? നമ്മൾ നേരത്തെ വിളിച്ച മഞ്ഞ ടോക്കണല്ലേ? ആരെ എടുക്കാം ഇതിനകത്ത് നിന്ന്? അല്ല ഈ ഗോളി എനിക്ക്, ഇത് ഗോളിയാണോ? അപ്പോൾ ഗോളി എടുക്കാൻ എനിക്ക് ഗോളീനെ എടുക്കാം. ഗോളീനെ എടുത്ത് ഗോളി തന്നെ അത്. അയ്യോ, നോക്കിക്കൊണ്ട് എടുത്താൽ മതിയായിരുന്നു. ഷെൻജെ മോനെ, ഒരു ഗോളിയെ കിട്ടി. ഇത് എവിടുത്തെ ഗോളിയാണോ എന്തോ. അതെന്താ ഇങ്ങനെയൊക്കെ എടുക്കാമായിരുന്നു. പക്ഷെ ഞാനത് ഓർത്തില്ല. കൊള്ളാത്. ഇതെന്തോ സംഭവം? ഇതും ഗോളിന് എടുക്കാവൂ? ആണ്ട് സ്പെയിനിൽ ഒരുത്തം കിടക്കുന്നത്, ഇതിനൊക്കെ എടുക്കാവൂ? ഇല്ല. എന്നാൽ അത് കൊള്ളാം, എനിക്കത് ഇഷ്ടപ്പെട്ട്. ഗോളിനെ കിട്ടി ഇഷ്ടമുള്ള.
ഞാൻ പിന്നെ പാക്ക് എടുക്കാമെന്ന് പറഞ്ഞില്ല. ആ പാക്ക് ഞാൻ ഉദ്ദേശിച്ചതാണ്ട് ഈ പാക്കാണ് കേട്ടോ. നല്ല പോർച്ചുഗലിൻ്റെ 7 ദിവസം ഈ പാക്ക് വെക്കത്തുള്ളൂ. എൻ്റെ ഒരാൾക്ക് 600 ഇതേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ ഫ്രാൻസിൻ്റെ എടുക്കും ചിലപ്പോൾ. അല്ല എന്തായാലും പാക്ക് മാറി പുതിയ പാക്കൊക്കെ വരുമല്ലോ. പോർച്ചുഗലിൻ്റെ തന്നെ പുതിയ പുതിയ പാക്ക് വരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നമുക്ക് നമ്മുടെ ബോഡിയെ സെറ്റാക്കി നിർത്താം. ഈ പുള്ളിക്കാരനെ പറഞ്ഞാൽ ഗോളി മതി. പുള്ളിയെ കുറിച്ചാണ് കൂടെ ഓക്കെ. നമുക്ക് നമ്മുടെ ഗോളിയെ വെൽക്കം ചെയ്യാം. നമ്മുടെ ഗോളിയുടെ അതാണ്ട് കിടക്കുന്നു. നമ്മളെ ഗോളിയെ വെൽക്കം ചെയ്തിരിക്കുകയാണ്. നല്ല ഗോളി. ഡബിൾ ട്രെയിനിങ് കിടപ്പുണ്ട് കേട്ടോ ഈ ഗോളിക്ക്. കൂട്ടിക്കിടക്കട്ട് ഗോളി. ഓക്കെ, ഇട്ട് കറക്കിയേക്ക്. എത്ര 96 ഇനിയും കറക്കാവേ. ഓക്കെ, 96 കിടപ്പുണ്ട്. അത് കിടക്കട്ടെ അങ്ങനെ. ഇയാളൊക്കെ എങ്ങനെ കിട്ടിയെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ചുമ്മാ കിട്ടിയത് എനിക്കൊക്കെ. ഓക്കെ, അപ്പം നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. അപ്പോൾ ഓക്കെ, ടാറ്റ ഗായ്സ്.